ശാന്തി. നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളെ പഠിക്കുകയും നല്ല ആളുകളുടെ സംഘത്തിൽ കൂട്ടം കൂടി ജീവിക്കാൻ ചെയ്യാൻ പറ്റിയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയതായിട്ടുള്ള ഒരു അനുഗ്രഹം, ഒരു സൗഭാഗ്യം ജീവിതത്തിൽ ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ കൂടെയുള്ള ആളുകൾ സംസ്കാരം മോശമാണെങ്കിൽ അവരുടെ കൂടെ നമ്മുടെ മനസ്സ് തന്നെത്താൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വലിക്കപ്പെട്ടു പോകും. സ്വാഭാവികമായ അവസ്ഥ. ഒരുപാട് കെയർഫുള്ളായി ജീവിച്ചിട്ട് വേണ്ടി വരും നമുക്ക് നെഗറ്റീവിൻ്റെ പ്രഭാവത്തിലേക്ക് പോവാതിരിക്കാൻ. അതേസമയം നമുക്ക് സത്സംഗം ഡെയിലി ഉണ്ടെങ്കിൽ, ചിലർത്ഥം എന്നും എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ആളുകളുടെ സത്സംഗത്തിന് പല അർത്ഥങ്ങളുമുണ്ട്. ഒരു സത്സംഗം എന്ന് വെച്ചാൽ അർത്ഥം നല്ല ആളുകളുമായുള്ള സജ്ജനങ്ങളുമായുള്ള സംഘമാണ്, അഥവാ നല്ല കാര്യങ്ങളുമായുള്ള സംഘമാണ്, സത്വമായുള്ള സംഘമാണ്, ഈശ്വരനുമായിട്ടുള്ള സംഘമാണ്. സ്വയം നമ്മുടെ കൂടെ തന്നെ ഇരുന്നു കൊണ്ട് അവനവന് വേണ്ടി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അതും ഒരു സത്സംഗം തന്നെയാണ്. ഏതെങ്കിലും രീതിയിൽ ഒന്നുകിൽ ബുക്കുകളുടെ സഹായത്തോടെ, അല്ലെങ്കിൽ വീഡിയോസിൻ്റെ സഹായത്തോടെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നല്ല ഗുരുക്കന്മാരുടെ സാമീപ്യത്തിലൂടെ ഏതെങ്കിലും രീതിയിൽ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യം പഠിക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുതൽക്കൂട്ടും വലിയൊരു അസറ്റുമാണ്. ഒരിക്കൽ ഒരു ഗുരു തൻ്റെ 2 ശിഷ്യന്മാരൊന്നിച്ചിങ്ങനെ വഴിയിലൂടെ നടന്നു പോവുകയാണ്. അറിയാതെ ഒരു ശിഷ്യൻ്റെ കാല് ഒരു കല്ലിൽ തട്ടി അയാൾ വീഴാൻ പോയപ്പോൾ ദേഷ്യം പിടിച്ച് അയാൾ ആ കല്ലിന് നേരെ ശകാരിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഗുരു പറയും, ആ കല്ല് അവിടെ നേരത്തെ ഉണ്ടായിരുന്നു, നീയാണ് ആ കല്ലിനെ പോയി തട്ടിയത്, പക്ഷേ ഇനി ഇതുപോലെ പലരും തട്ടി വയ്ക്കും, അതുകൊണ്ട് നിൻ്റെ ദൗത്യം ഇപ്പോൾ ആ കല്ല് അവിടെ നിന്ന് എടുത്ത് മാറ്റുക എന്നുള്ളതാണ്, ഈ ഒരാൾ വീഴാതിരിക്കട്ടെ, അതാണ് ശരി മകനെ എന്ന് പറയും. അപ്പോൾ അവൻ മനസ്സമാധാനിച്ച് ആ കല്ലെടുത്ത് പുറത്ത് കളഞ്ഞു. അങ്ങനെ ഗുരുവും ശിഷ്യന്മാരും കൂടെ കുറച്ച് ദൂരം നടന്ന ശേഷം ഒരു നല്ല പൂമരം, അതിൻ്റെ സുഗന്ധം അവിടെ മുഴുവൻ ഇങ്ങനെ വ്യാപിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഗുരു പറയും, നമുക്ക് കുറച്ച് സമയം ഈ മരത്തിൻ്റെ അടിയിലിരുന്ന് വിശ്രമിച്ചാലോ. അങ്ങനെ 2 പേരും ഗുരുവിൻ്റെ കൂടെ സന്തോഷമായിട്ട് ആ മരത്തണലിൽ ആ പൂവിൻ്റെ സുഗന്ധം ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഗുരു താഴേക്ക് നോക്കുമ്പോൾ ഒരുപാട് പൂക്കൾ ഇങ്ങനെ താഴെ പൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. പൂ കുറേ മെത്ത വിരിച്ച പോലെ കാണുന്നു. അപ്പോൾ ഗുരു ആ പൂവ് ഇങ്ങനെ മാറ്റിയിട്ട് അതിൻ്റെ അടുത്ത് കുറച്ച് മണ്ണെടുത്തു. ആ മണ്ണെടുത്തൊന്ന് മണത്ത് നോക്കുമ്പോൾ ആ മണ്ണിന് പോലും ആ പൂവിൻ്റെ സുഗന്ധം. അപ്പോൾ ശിഷ്യനൊന്ന് മണക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. നോക്കി, ഇതൊന്ന് മണത്ത് നോക്കി, എന്തൊരു സുഗന്ധമുള്ള മണ്ണാണ്. അപ്പോൾ ശിഷ്യനത് മണത്തിട്ട് പറയും, ഇത് മണ്ണിൻ്റെ സുഗന്ധമല്ല ഗുരു, ഇത് പൂവിൻ്റെ സുഗന്ധമാണ്. പൂവ് ആ മണ്ണിൻ്റെ മേലെ കിടന്നപ്പോൾ ആ മണ്ണിന് കിട്ടിയതായിട്ടുള്ള സുഗന്ധമാണെന്ന് പറയുകയാണ്. അപ്പോൾ ഗുരു പറയും, ഇത് തന്നെയാണ് ശരിയും, ഇത് തന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളതും. നമ്മുടെ സംഘം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നല്ല ആളുകളുമായിട്ടാണെങ്കിൽ, മലയാളത്തിലൊരു ചൊല്ല് പറയില്ലേ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകും ഒരു സൗരഭ്യം എന്നതുപോലെ നമ്മുടെ സംഘം ശ്രേഷ്ഠമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രേഷ്ഠമായ സംഘം നമ്മുടെ ഉള്ളിലേക്ക് പോസിറ്റീവായിരിക്കുന്ന തോട്ട്സിനെ തരുകയും അത് നമ്മുടെ ലൈഫിൽ വലിയ ഊർജ്ജമാവുകയും ചെയ്യും. നിങ്ങൾക്കറിയോ, ഈ സംഘം എന്ന് പറയുന്ന സമയത്ത് ഒരു സംഘത്തിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് തന്നെ. എന്തിൻ്റെ സംഘമാണെന്നറിയോ? ഇതിൽ പുരുഷനും പ്രകൃതിയും തമ്മിലുള്ളതായിരിക്കുന്ന സംഘം. എങ്ങനെയാണോ ആ പുഷ്പം ആ മണ്ണിന് സുഗന്ധം കൊടുത്തത്, അതുപോലെ ഇതിലിരിക്കുന്ന പുഷ്പമായിരിക്കുന്ന ആത്മാവിൻ്റെ സംസ്കാരം അതാണ് ഈ മണ്ണിന് സുഗന്ധമേകുന്നതായിരിക്കുന്ന ആ ഗുണം അഥവാ സുഗന്ധം എന്ന് പറയുന്നത്. ഒരാളുടെ സംസ്കാരം കാണാൻ എത്ര തന്നെ സൗന്ദര്യമുള്ള ഒരാളാണെങ്കിൽ പോലും അവരുടെ സംസ്കാരം മോശമാണെങ്കിൽ അധികം വൈകാതെ സൗന്ദര്യത്തിൽ ആകർഷിക്കപ്പെട്ട് അവരുടെ അടുത്ത് വരുന്ന ആളുകൾ അധികം വൈകാതെ വെറുപ്പോടെ ആ സൗന്ദര്യത്തെ നോക്കാൻ തുടങ്ങും. അയ്യോ, ഇത് ഭയങ്കര മോശം, കഷ്ടമായി പോയി എന്ന്. ചിലപ്പോൾ മാമ്പഴത്തിൻ്റെ സീസണിൽ വളരെ ചന്തമുള്ളതായിരിക്കുന്ന ചോന്ന പഴുത്തു തൊടുത്ത മാങ്ങ, മഞ്ഞ പഴുത്തു തൊടുത്ത മാങ്ങ, നമ്മളതെടുത്തൊന്ന് കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ പുഴുവായിരിക്കും. അതോടെ ആ മാങ്ങേനെ വലിച്ചെറിയുക ചെയ്യുന്നത്. ജീവിതത്തിലും ഇത് നമുക്ക് ഓർത്തിരിക്കേണ്ട പാഠം തന്നെയാണ്. ഈ ജീവിതത്തിൽ സംസ്കാരം എന്നത് ശ്രേഷ്ഠമല്ലെങ്കിൽ, കാണാൻ എത്ര തന്നെ സുന്ദരമാണെങ്കിലും മോശമായ സംസ്കാരത്തിൻ്റെ പുഴു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അധികം വൈകാതെ നമ്മളോടടുക്കുന്നവരെല്ലാം തന്നെ നമ്മളെ വലിച്ചെറിയും. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ജീവിതത്തിൻ്റെ സൗകുമാര്യം അഥവാ ഈ ജീവിതത്തിൻ്റെ സുഗന്ധം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ശ്രേഷ്ഠ സംസ്കാരമാണ്. ഒരാളുടെ സംസ്കാരം എങ്ങനെയാണോ അതുപോലെയാണ് അധികം വൈകാതെ അവരെ രോഗം വരുന്നത്, ഒരു മനുഷ്യന് നല്ല സംഘം കിട്ടുന്നത്, ഒരു മനുഷ്യൻ തന്നിലേക്ക് തൻ്റെ ജീവിതത്തിലെ സന്തോഷത്തെയും തൻ്റെ ജീവിതത്തിലെ വിജയത്തിനെയും അട്രാക്റ്റ് ചെയ്യുന്നത് ഒരാളുടെ ആകാരം കൊണ്ട് മാത്രമല്ല, അയാളുടെ ഉള്ളിലായിട്ടുള്ള യഥാർത്ഥമായിരിക്കുന്ന സുഗന്ധം കൊണ്ടാണ്. അതുകൊണ്ട് ദൈവീകമായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന സംസ്കാരം വാർത്തെടുക്കാൻ
ഒരാൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളതായിട്ടുള്ള ഈ പ്രകൃതിക്ക് സുഗന്ധം കൊടുക്കുന്നത് ഇതിൻ്റെ ഉള്ളതായിട്ടുള്ള പുരുഷനായ ആത്മാവിൻ്റെ 7 ഗുണങ്ങളും നിറഞ്ഞിരുന്ന സമയത്ത് ഈ ശരീരം കഞ്ചനകായ എന്നാണ് പറയുണ്ടായിരുന്നത്. അതായത് ശരീരത്തിന് സുഗന്ധമുണ്ടായിരുന്ന കാലഘട്ടം, സൃഷ്ടിയുടെ ആരംഭം. ഇന്ന് ഒരു മനുഷ്യൻ്റെ ശരീരം ദുർഗന്ധം പുറപ്പെടുവിക്കുന്ന ഒന്നായി മാറുന്നത് ആ മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ ബലഹീനതകൾ കൊണ്ടാണ്. അതുകൊണ്ട് ശ്രേഷ്ഠമായ സംസ്കാരത്തിൻ്റെ സുഗന്ധം നിറച്ചാൽ ഈ ജീവിതം ഈശ്വരനുള്ളതായിരിക്കുന്ന ഏറ്റവും വലിയ അർച്ചനയായിട്ട് മാറും. സുഗന്ധ പുഷ്പങ്ങൾ കൊണ്ട് ഈശ്വരനെ അർച്ചിച്ച ശേഷം ഈ ജീവിതത്തിലെ കർമ്മം കൊണ്ട് മറ്റൊരാൾക്ക് ദുഃഖം കൊടുക്കുന്നെങ്കിൽ ആ അർച്ചന ഭഗവാൻ സ്വീകരിക്കില്ല. അതുകൊണ്ട് തൻ്റെ ശ്രേഷ്ഠമായ സംസ്കാരത്തിലൂടെ നല്ല കർമ്മങ്ങളെ വാർത്തെടുത്ത് ജീവിതത്തിൽ ശ്രേഷ്ഠ സംസ്കാരങ്ങൾ കൊണ്ടും ശ്രേഷ്ഠ കർമ്മങ്ങൾ കൊണ്ടും അനേകർക്ക് സുഖം കൊടുക്കാൻ കഴിയുമെങ്കിൽ, ആ സുഗന്ധം നിങ്ങൾക്ക് പരത്താൻ കഴിയുമെങ്കിൽ ആ പുഷ്പങ്ങളുടെ അർച്ചന ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നതും എനിക്ക് സന്യാസി യോഗിയേക്കാൾ ഇഷ്ടം കർമ്മയോഗിയെയാണ്. ഈശ്വരൻ്റെ ഓർമ്മയിൽ മറ്റുള്ളവർക്ക് സുഖം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഇതിനോളം സാർത്ഥകമായൊരു ജീവിതവും മറ്റൊന്നില്ല. അതുകൊണ്ട് ജീവിതത്തെ നമുക്ക് സുഗന്ധമുള്ളതാക്കാം. ശ്രേഷ്ഠമായ സംസ്കാരത്തെ വാർത്തെടുക്കാൻ ദിവസവും കുറച്ച് സമയം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും നല്ല ആളുകളുമായിട്ടുള്ള സംഘത്തിൽ വരാനും കുറച്ചു സമയം ഈശ്വരനുമായിട്ടുള്ള സത്തുമായ സംഘമായ സത്സംഗം മെഡിറ്റേഷൻ ഇരിക്കാൻ വേണ്ടി നിർബന്ധമായും ശ്രമിക്കണം. എങ്കിൽ ആ സുഗന്ധം നമുക്കും കൊണ്ടുവരാനാവും. നമ്മുടെ ജീവിതം സന്തോഷം കൊണ്ട് നിറഞ്ഞതാവും. അങ്ങനെ ഒരു നല്ല ജീവിതം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.